മിനിസ്റ്റർ, അതിൽ അക്കാലത്തുണ്ടായിരുന്ന ചിലരൊക്കെ വിരമിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇടക്കാല റിപ്പോർട്ട് വന്നപ്പോൾ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2019 ആ സാഹചര്യം നോക്കിയാൽ അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള KS ബൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുധീഷ്, ദേവസ്വം സെക്രട്ടറി, ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വാർത്തകളിൽ തന്നെ വന്നിട്ടുള്ള ജയശ്രീ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരായി ആ കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യർ എന്നതുകൂടി നമ്മൾ ഓർക്കണം. താങ്കൾ പറഞ്ഞത് ദേവസ്വം ബോർഡിനെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയോ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുന്നതായ ഏതെങ്കിലും ഒരു തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന നിലയിലേക്ക് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ബോർഡിനെക്കുറിച്ചൊരു കണ്ടെത്തൽ ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്, വിചാരിക്കേണ്ടത്? പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിലൊക്കെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംശയാസ്പദമാണ്. പലതും തുടരന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത് തന്നെയാണോ? നിശ്ചയമായും ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ച പോലെ ചില ആളുകളൊക്കെ പെൻഷൻ പറ്റി പിരിഞ്ഞിട്ടുണ്ട്. പെൻഷൻ പറ്റി പിരിഞ്ഞാലും കുറ്റം കുറ്റമല്ലാതായി മാറില്ലല്ലോ. അവർ ക്രിമിനൽ കേസിൽ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. പെൻഷൻ പറ്റിയാലും കൊള്ള നടത്തുക അല്ലെങ്കിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ക്രൈമാണ്. ആ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളവർ അവർ കുറ്റവാളികൾ തന്നെയായിരിക്കും അവർ പെൻഷൻ പറ്റിയാലും. അതുകൊണ്ട് അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വന്നേ മതിയാവും. ആ നിലയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിലോ കോടതിയുടെ പരാമർശത്തിലോ എവിടെയെങ്കിലും ബോർഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റക്കാരെന്ന പരാമർശമോ ഏതെങ്കിലും തരത്തിലുള്ള വിധിയോ ഇതുവരെ വന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് കൃത്യമായി വന്നിട്ടുള്ള വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരത്ത് സൂചിപ്പിച്ച പോലെ പല ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്. എല്ലാവരുടെയും പേര് എൻ്റെ മുമ്പിൽ വന്നില്ല. വന്നു കഴിഞ്ഞിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് അത് കിട്ടിയിട്ടുള്ളത്. അവരിപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കിട്ടും. അപ്പോൾ പേരൊക്കെ ആരുടെയൊക്കെയാണെന്ന് വെളിപ്പെടുത്താം. അപ്പോൾ ഏതായിരുന്നാലും അത് സെക്രട്ടറി ആയിരുന്നാലും കമ്മീഷണറായിരുന്നാലും സെക്യൂരിറ്റി ഓഫീസറായിരുന്നാലും ആരായിരുന്നാലും അവരെല്ലാം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം ഈ ക്രൈമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ. ശരി.